നമസ്കാരം, ഞാൻ വിനോദ്. പൈനീർ സ്റ്റഡീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഡയറക്ഷനുമായി ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചല്ലേ. ഇന്ന് നമുക്ക് വേറൊരു പുതിയ രീതിയിലുള്ള ചോദ്യമാണ് സോൾവ് ചെയ്യാനുള്ളത്. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതുണ്ടോ, ബിനു ആദ്യം തെക്കോട്ട് 3 കിലോമീറ്റർ നടന്നു, പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ നടന്നു. നമ്മൾ ചോദ്യം വളരെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം ഉത്തരം ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യം 3 കിലോമീറ്റർ നടന്നു, പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ നടന്നു, തുടർന്ന് വലത്ത് ഇടത്ത് വലത്ത് ഇടത്ത് വലത്ത് ഇടത്ത് എന്നിങ്ങനെ 1 കിലോമീറ്റർ വീതം നടന്നു വീണ്ടും. അപ്പോൾ അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ്? അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒരു വലത്തും ദിക്കെന്ന് വരച്ചു. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, അങ്ങനെയാണ്. അപ്പൊ ബിനു ആദ്യം എങ്ങോട്ടാണ് നടന്നത്? 3 കിലോമീറ്റർ തെക്കോട്ടാണ് നടന്നത്. ഇതിപ്പോ ഈ പോയിന്റിലാണ് നടക്കുന്നത്. ഇത് ഈ പോയിന്റാന്ന് വെച്ചോ, ഈ പോയിന്റ്, ഇത് ഈ പോയിന്റാന്ന് വെച്ചോ. ഇവിടുന്ന് തെക്കോട്ട് നടക്കുമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഇങ്ങനെ എത്ര കിലോമീറ്റർ നടന്നു? ഇത് 3 കിലോമീറ്റർ. ഇത് 3 കിലോമീറ്റർ എന്ന് എഴുതാം അല്ലെ? ഇങ്ങനെ എഴുതി വയ്ക്കണം നിങ്ങൾ. 3 കിലോമീറ്റർ തെക്കോട്ട് നടന്നു, പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ നടന്നു. അപ്പൊ ഇങ്ങനെയല്ലേ പോകുന്നത് ഇപ്പൊ അയാള്? ഇങ്ങനെ തെക്കോട്ട്. അപ്പൊ ഇങ്ങനെ ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ പിന്നീടോ വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ ഇങ്ങോട്ട് തിരിഞ്ഞു അല്ലെ? 1 കിലോമീറ്റർ ഇങ്ങോട്ട് തിരിഞ്ഞു. അപ്പൊ ഇങ്ങോട്ട് 1 കിലോമീറ്റർ, 1 കിലോമീറ്റർ വലത്തോട്ട് തിരിഞ്ഞ്. പിന്നെ തുടർന്ന് നോക്കിയേ, വലത്ത് ഇടത്ത് വലത്ത് ഇടത്ത് വലത്ത് ഇടത്ത് എന്നിങ്ങനെ 1 കിലോമീറ്റർ നടന്നു. വെച്ചാൽ തുടർന്ന് ഇങ്ങനെ ഒന്ന് വലത്തോട്ട് പോകും, പിന്നെ ഇടത്തോട്ട് പോകും, പിന്നെ വലത്തോട്ട്, അങ്ങനെ അങ്ങനെ പോയി. അപ്പൊ ആദ്യം എങ്ങോട്ടാ പോകണേ? തുടർന്ന് വലത്തോട്ട് ഇങ്ങനെയല്ലേ പോയിക്കൊണ്ടിരിക്കുക, ഇങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ ഈ ദിക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, എന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞു, ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു അല്ലെ? അപ്പൊ എങ്ങനെ എഴുതും? ഇങ്ങോട്ട് എത്രയാ? 1 കിലോമീറ്റർ, 1 കിലോമീറ്റർ തിരിഞ്ഞു. പിന്നെ എന്ത് ചെയ്തു? പിന്നെ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടത്തോട്ട്, ഇതല്ലേ ഈ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഇടതുവശത്തേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു കണ്ടോ? അത് അപ്പോൾ ഒരു പ്രാവശ്യം 1 കിലോമീറ്റർ. അപ്പം ഇതൊരു കിലോമീറ്റർ. ആദ്യം ഇങ്ങോട്ട് തിരിഞ്ഞു, ഇങ്ങനെ വന്നു, പിന്നെ 1 കിലോമീറ്റർ. അപ്പം ഒരു വലത്ത് ഒന്ന് വലത്തോട്ട് തിരിഞ്ഞു, പിന്നെ ഒന്ന് ഇടത്തോട്ടായി, പിന്നെ ഇത് ഇത്രയായി അല്ലേ? ഒരു വലത്ത് തിരിഞ്ഞു, ഒരിടത്തായി. ഇനിയുണ്ട് വലത്ത് ഇടത്ത്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം ഇനി വലത്ത് അങ്ങോട്ടല്ലേ? അങ്ങോട്ട് വലത്ത് ഒരു ഇത് 1 കിലോമീറ്റർ വലത്തോട്ട്. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടത്ത് ഏതാണ്? ഇതല്ലേ? ഇങ്ങോട്ട് എടുത്തു, അത് 1 കിലോമീറ്റർ, 1 കിലോമീറ്റർ അല്ലേ? അപ്പം ഇപ്പൊ എത്രയായി? അപ്പം ഇതുണ്ടോ, 1 കിലോമീറ്റർ വലത്തും ഇടത്തുമായി. വലത്ത് എടുത്ത്. ഇനിയോ ഒരു വലത്തും ഇടത്തും കൂടെ ഉണ്ട് അല്ലേ? ഇവിടുന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലത്ത് ഏതാണ്? ഇങ്ങോട്ടല്ലേ? ഇങ്ങോട്ട് വലത്ത് ഇങ്ങനെ വരും, ഇങ്ങനെ ഇത് വലത്ത്. പിന്നെയോ ഇടത്ത് എവിടെയാണ്? ഇങ്ങോട്ട് ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഇടതുവശത്ത് ലാസ്റ്റ് ഇടത്തോട്ട് ഇങ്ങോട്ടും കൂടെ ഇങ്ങനെ വരും അല്ലേ? അത് 1 കിലോമീറ്റർ. ഇത്രയാണ്. അപ്പൊ നോക്കിയേ, അയാള് 3 കിലോമീറ്റർ തെക്കോട്ട് വന്നു, പിന്നീട് വലത്തോട്ട് തിരിഞ്ഞു 1 കിലോമീറ്റർ വന്നു, പിന്നീടോ തുടർന്ന് വലത്തോട്ട് ഇങ്ങനെ നിൽക്കുമല്ലേ? നമ്മള് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ വലത്തോട്ട് ഇങ്ങോട്ടല്ലേ? അതാണ് ഇങ്ങോട്ട് പോയേക്കണേ. അത് 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ വന്നു, പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു, പിന്നെ ഇങ്ങനെ വന്നു. അപ്പം അയാള് പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദ്യം അല്ലേ? അപ്പൊ പുറപ്പെട്ട സ്ഥലം ഏതാണ്? ഇവിടെയല്ലേ? ഇവിടെ നിന്നും ഇത് എത്ര കിലോമീറ്റർ അകലെയാണ്? ഇത് ഇങ്ങനെ 3 കിലോമീറ്റർ ഇത്ര ഇങ്ങനെ നേരെ വന്ന് ഇതുണ്ടോ? ഇത് 1 കിലോമീറ്റർ. ഇവിടെ നിന്നിട്ട് ഇവിടെ ഒരു കിലോമീറ്റർ, ഇത് 2 കിലോമീറ്റർ, ഇത് 3 കിലോമീറ്റർ അല്ലേ? ഇത് 1 കിലോമീറ്റർ ആണല്ലോ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നത്. അപ്പൊ ഇത് 3 കിലോമീറ്റർ, ഇവിടെ 3 കിലോമീറ്റർ, ഇത് എത്രയുണ്ട്? ഇത് 1 കിലോമീറ്റർ, 2, 3. അപ്പൊ ഈ ദൂരത്തിൽ തുല്യമല്ലേ? അപ്പൊ ഇയാൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഈ പോയിന്റ് നോക്കാം, കാരണം ഇത് 3 കിലോമീറ്റർ അല്ലേ? ഇവിടെ 3 കിലോമീറ്റർ, ഇവിടെ ഒപ്പം വന്ന്. അപ്പോൾ നോക്കിക്കേ, 3 കിലോമീറ്റർ ആണ് ഈ ദൂരം. ഇത് 3 കിലോമീറ്റർ. അപ്പൊ നോക്കിക്കേ, ഇയാൾ ഇവിടെയാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇത് 1 കിലോമീറ്റർ അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ 1 കിലോമീറ്റർ. പിന്നെയോ ഈ ദൂരം എത്രയാണ്? ഇത് 1 കിലോമീറ്റർ. അപ്പൊ ഇത് എവിടം വരെ വരും? ഇത് ഇവിടം വരെ. ഇത് 1 കിലോമീറ്റർ വരും അല്ലേ? പിന്നെയോ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ദൂരം എത്രയുണ്ട്? ഇത് 1 കിലോമീറ്റർ അല്ലേ? അത് 1 കിലോമീറ്റർ കണ്ടോ? അപ്പോൾ ഇതായി. പിന്നെയോ ഇത് 1 കിലോമീറ്റർ അല്ലേ? അപ്പോൾ ഇത് 1 കിലോമീറ്റർ. മനസ്സിലായോ? ഇത് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ദൂരമാണ് ഇവിടുത്തെ ദൂരം, അത് 1 കിലോമീറ്റർ. പിന്നെയോ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ദൂരമാണ് ഇവിടുത്തെ ദൂരം, അത് 1 കിലോമീറ്റർ. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ദൂരമാണ് ഇവിടുത്തെ ദൂരം, അത് 1 കിലോമീറ്റർ. പിന്നെയോ ഈ ദൂരമാണ് ഇവിടുത്തെ 1 കിലോമീറ്റർ അല്ലേ?
1 കിലോമീറ്റർ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിക്കുക. 1, 2, 3, 4 കിലോമീറ്റർ അകലെയാണ് അയാൾ. ഇവിടെ വന്നല്ലേ നിൽക്കുന്നത്. അവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അയാൾ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇങ്ങനെ ഇത് ഇച്ചിരി ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്പീഡ് ചെയ്ത് നമുക്ക് തെറ്റിപ്പോകും അല്ലേ. അപ്പോൾ തുടർന്ന് വലത്തോട്ട് ഇടത്തോട്ട് വലത്തോട്ട് ഇടത്തോട്ട് വലത്തോട്ട് എടുത്തിട്ട് നമ്മൾ ആ ദിക്കൊന്ന് മനസ്സിൽ കണ്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ അയാളിപ്പോൾ തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഇത് 3 കിലോമീറ്റർ ആണ് ഇവിടെ ഈ ദൂരം അല്ലേ. അപ്പോൾ ഇത് 3 കിലോമീറ്റർ അല്ലേ. ഇത് 1 കിലോമീറ്റർ, ഇത് 2 കിലോമീറ്റർ, ഇത് 3 കിലോമീറ്റർ. അപ്പോൾ ഈ നേരെ നേരെ നിൽക്കുന്നത് ഇവിടെ ലാസ്റ്റ് ഇയാൾ ഇവിടെ വന്ന് നിന്നു. ഇത് 1 കിലോമീറ്റർ, ഇത് 2 കിലോമീറ്റർ, 3 കിലോമീറ്റർ, 4 കിലോമീറ്റർ. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.